2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അല്ലേ? 5 ലക്ഷം രൂപ, പ്രശസ്തി പത്രം, ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി 2024 NS മാധവന് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത്. 2023 അതാർക്കാണ് ലഭിച്ചത്? SK വസന്തനായിരുന്നു. 2023 SK വസന്തനായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 സേതുവിനും 2021 P വത്സലയ്ക്കുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 29ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? COP29. 29ാമത്തെ UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയം വഹിച്ച രാജ്യം ഏതാണ്? അസർബൈജാനിലെ ബാക്കുവിലായിരുന്നു UN ഉച്ചകോടി, കാലാവസ്ഥാ ഉച്ചകോടി നടന്നത്. 2023 അതായത് COP28 നടന്നത് ദുബായിലായിരുന്നു. COP27 നടന്നത് ഈജിപ്തിലായിരുന്നു. ഇനി അടുത്ത വർഷം അതായത് COP30 നടക്കാനിരിക്കുന്നത് ബ്രസീലിലാണ്. COP30 അതായത് UN കാലാവസ്ഥാ ഉച്ചകോടി 2025 നടക്കാനിരിക്കുന്നത് ബ്രസീലിലാണ്. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനം നേടിയത്? 1ാം സ്ഥാനം ആർക്കായിരുന്നു? 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനം നേടിയത് തിരുവനന്തപുരമായിരുന്നു. 1ാം സ്ഥാനം തിരുവനന്തപുരം, 2ാം സ്ഥാനം തൃശ്ശൂർ, 3ാം സ്ഥാനം മലപ്പുറം. തിരുവനന്തപുരം, തൃശ്ശൂർ, മലപ്പുറം. 1ാം സ്ഥാനം നേടിയത് തിരുവനന്തപുരമായിരുന്നു. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തി ആരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി. അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയത്? കമല ഹാരിസിനെയാണ്. ഡെമോക്രറ്റിക് പാർട്ടി നേതാവായ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ കമല ഹാരിസിനെ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓർത്തു വയ്ക്കണം, റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി വരുന്നത് JD വാൻസ് ആണ്. ഉപരാഷ്ട്രപതിയായി വരുന്നത് വൈസ് പ്രസിഡൻ്റ് ആരാണ്? JD വാൻസ് ആണ്. JD വാൻസ്. ഡൊണാൾഡ് ട്രംപ് എത്രാമത്തെ പ്രസിഡൻ്റായിട്ടാണ് വരുന്നത്? 47ാമത്തെ പ്രസിഡന്റ്. എന്നാണ് അധികാരമേൽക്കുന്നത്? 2025 ജനുവരി 20 അദ്ദേഹം അധികാരം ഏൽക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്? സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MK സാനു. കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായതാരാണ്? MK സാനുവാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗോവയാണ്. ഗോവ. ഇന്ത്യയിൽ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏതാണ്? ഏതിനമാണ് ഇതിൽ വരാത്തത്? അരിയുണ്ട്, ഗോതമ്പുണ്ട്, മണ്ണെണ്ണയുണ്ട്. ഏതാ ഇല്ലാത്ത? ബജ്രയാണ് പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനം. മണ്ണിൻ്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നതാണ് 2024 ലോക ഡാഷ് ദിന സന്ദേശം.
മണ്ണിൻ്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നതാണ് 2024 ലോക മണ്ണ് ദിന സന്ദേശം. ലോക മണ്ണ് ദിന സന്ദേശമാണ് മണ്ണിൻ്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നത്. ഇനി 2023 തീം എന്തായിരുന്നു? മണ്ണും വെള്ളവും ജീവൻ്റെ ഒരു ഉറവിടം, അല്ലേ? മണ്ണും വെള്ളവും ജീവൻ്റെ ഒരു ഉറവിടം എന്നാണ് 2023 മണ്ണ് ദിന സന്ദേശം. 2024 സന്ദേശം എന്താണ്? മണ്ണിൻ്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നതാണ്. രോഗകാരികളായ സൂക്ഷ്മ ജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് കാർസാപ്പ്. വിട്രിയാസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയാസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണിലാണ്, അല്ലേ? കണ്ണിലാണ് വിട്രിയാസ് ദ്രവം കാണപ്പെടുന്നത്. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക, അല്ലേ? കോശശ്വസനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു. അല്ല, റൈബോസോമിലല്ല, മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. രണ്ടാം ഘട്ടം എവിടെ നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് രണ്ടാം ഘട്ടം നടക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമാണ്. അല്ല, ഓക്സിജൻ ആവശ്യമില്ല. രണ്ടാം ഘട്ടത്തിലാണ് ഓക്സിജൻ്റെ ആവശ്യം. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അല്ല, ഗ്ലൈക്കോസിസിൻ്റെ ഫലമായി 2 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡായി മാറ്റുന്നു. അല്ലേ? ശരിയാണത്. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുകയാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. അവിടെയാണ് അത് പൈറൂവിക് ആസിഡ്, ഗ്ലൂക്കോസിനെ മാറ്റി പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. അപ്പോൾ 4ാമത്തെ മാത്രമാണ് ശരി, അല്ലേ? ശരിയായ ഉത്തരം. കോശശ്വസനം. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ. 2 ഘട്ടങ്ങളായിട്ടാണ് കോശശ്വസനം നടക്കുന്നത്. ആദ്യത്തെ ഘട്ടം ഏതാണ്? ഗ്ലൈക്കോളിസിസ്. പിന്നത്തെ ഘട്ടം ഏതാണ്? ക്രൈബ്സ് സൈക്കിൾ. ആദ്യത്തെ ഗ്ലൈക്കോളിസിസ്. കോശശ്വസനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. അതിന് ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. ഓക്സിജൻ ആവശ്യമില്ല. 2 ATP തന്മാത്രകൾ ലഭിക്കുന്നു. പൈറൂവിക് ആസിഡാക്കി മാറ്റുകയും 2 ATP തന്മാത്രകൾ ലഭിക്കുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടം എന്താ? ക്രൈബ്സ് സൈക്കിൾ. കോശശ്വസനത്തിൻ്റെ 2ാം ഘട്ടമാണ് ക്രൈബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. എവിടെ വെച്ച് നടക്കുന്നു? മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഇതിന് ഓക്സിജൻ ആവശ്യമാണ്. പൈറൂവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു. ഇതിലാണ് പൈറൂവിക് ആസിഡിന് എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. 28 ATP തന്മാത്രകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. ഇവിടെ എന്താണ്? 2 ATP തന്മാത്രകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ഓക്സിജൻ്റെ ആവശ്യമില്ല. കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. രണ്ടാമത്തെ എവിടെ വെച്ചാണ് നടക്കുന്നത്? രണ്ടാമത്തെ ഘട്ടം മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്. അതിന് ഓക്സിജൻ ആവശ്യമാണ്. പൈറൂവിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡും ജലവുമാക്കി മാറ്റുന്നു. 28 ATP തന്മാത്രകൾ ലഭിക്കുന്നു. ഇതാണ് കോശപ്രക്രിയ, കോശശ്വസനം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി.
ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി. നദികൾ ഏത് നദികളാണ്? ഉപദ്വീപീയ നദികളാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഉപദ്വീപീയ നദികൾ. അപ്പോൾ ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. അപ്പോൾ ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഈ 6 നദികളാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻസിൽ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ഉപദ്വീപീയ നദികളാണ്. ഇനി അതിൽ നർമ്മദ, താപ്തി നദികളുടെ പതനസ്ഥാനം ഏതാ? നർമ്മദയും താപ്തിയും എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് നർമ്മദയും താപ്തിയും പതിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദ, താപ്തി. മനസ്സിലായോ? അപ്പോൾ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? നർമ്മദയാണ്. നർമ്മദ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. ഉപദ്വീപീയ നദികളിൽ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദികൾ ഏതെല്ലാമാണ്? നർമ്മദയും താപ്തിയുമാണ്. ഓപ്ഷനിലുള്ളത് ഏതാണ്? നർമ്മദ. ബാക്കി എല്ലാതും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയെല്ലാം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദയും താപ്തിയും. അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. പടിഞ്ഞാറോട്ട് അല്ലേ? പടിഞ്ഞാറ് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കൊഴുകിയാലാണ് അവർക്ക് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ നദികളും ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ഇവരൊക്കെ ഒഴുകുന്നത് കിഴക്കോട്ടാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നത് നർമ്മദയും താപ്തിയുമാണ്. ഓക്കെ. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദയാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? താപ്തി അറിയാം നമുക്ക്. ഉപദ്വീപീയ നദിയാണ് നർമ്മദയും താപ്തിയും എവിടെയാണ് പതിക്കുന്നത്? നർമ്മദയും താപ്തിയും അറബിക്കടലിലാണ് പതിക്കുന്നത് അല്ലേ? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇനി സിന്ധു നദി എവിടെയാണ് പതിക്കുന്നത്? സിന്ധു നദിയും അറബിക്കടൽ തന്നെയാണ് പതിക്കുന്നത് അല്ലേ? സിന്ധു നദിയും പതിക്കുന്നത് അറബിക്കടലിൽ തന്നെയാണ്. അടുത്തത് കേരളത്തിലെ നദിയാണ് പെരിയാർ എവിടെയായിരിക്കും? അറബിക്കടലിൽ തന്നെയായിരിക്കും പതിക്കുന്നത്. അറബിക്കടൽ. അടുത്ത നദി ഏതാ? ഗംഗാ നദിയാണ് അല്ലേ? ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഗംഗാ നദിയാണ്. അപ്പോൾ ഗംഗാ നദി എവിടെയാണ് പതിക്കുന്നത്? ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗ പതിക്കുന്നത്. ഉൾക്കടൽ ഗംഗാ നദിയാണ്. അറബിക്കടൽ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഗംഗ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. അക്ഷാംശം 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെ. ഇത് ശരിയാണ്. അടുത്തത് അക്ഷാംശം 68°7 വടക്ക് മുതൽ 97°25 വടക്ക് വരെ. ശരിയല്ല അല്ലേ? അടുത്തതാണ് ശരി. രേഖാംശം 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ. അപ്പോൾ എയും ബിയുമാണ് ശരി. ഏതാണ് തെറ്റ്? ചോദ്യം ശ്രദ്ധിക്കണം. തെറ്റ് ഏത് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയും ഡിയുമാണ് തെറ്റ് അല്ലേ? ബിയും ഡിയുമാണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻസിൽ ഡി ആണ്. ഡി തെറ്റാണ്. ഇനി വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ് വലിപ്പത്തിൽ ഇന്ത്യക്ക്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്?
നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ അക്ഷാംശമാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷാംശം 8 ഡിഗ്രി 18 വടക്ക് മുതൽ 12 ഡിഗ്രി 48 വടക്ക് വരെ. ഇനി രേഖാംശം നോക്കാം. ഇത് ശരിയാണ്. രേഖാംശം നോക്കാം. 74 ഡിഗ്രി 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 കിഴക്ക് വരെ. ഇതും ശരിയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. ഇതും ശരിയാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. ഇനി ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളമുള്ളത്? 1.18%. 1.18% കേരളമുള്ളത്. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഇനി എന്താ? കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്ററാണ്. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ ദൈർഘ്യം എത്രയാണ്? കടൽ ദൈർഘ്യം എത്രയാണ്? കടൽ ദൈർഘ്യം 580 കിലോമീറ്ററാണ്. 580 കിലോമീറ്ററാണ് കടൽ ദൈർഘ്യം. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്. ഇനി ഭൂപ്രകൃതി എത്രയാണ്? മലനാട് എത്ര ശതമാനമാണുള്ളത്? മലനാട് 48% മലനാടാണ്. 48 മലനാടാണ് കൂടുതൽ. 48% മലനാടാണ്. ഇടനാട് എത്രയാണ്? 42% ഇടനാടാണ്. തീരപ്രദേശം 10% മാത്രമാണ്. 10% തീരപ്രദേശമാണ്. 48% മലനാട്, ഇടനാട് 42%, തീരപ്രദേശം 10%. ഇനി കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് പറയാം. കിഴക്ക് ഏതാണ്? കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം. കിഴക്ക് പശ്ചിമഘട്ടം. പടിഞ്ഞാറ് ഏതാണ്? പടിഞ്ഞാറ് അറബിക്കടൽ അല്ലേ. അറബിക്കടൽ. പടിഞ്ഞാറ് അറബിക്കടൽ. വടക്ക് കിഴക്ക് ഏതാണ്? കർണാടക. വടക്ക് കിഴക്ക് കർണാടക. തെക്ക് കിഴക്ക് ഏതാണ്? തമിഴ്നാട്. തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. വടക്ക് കിഴക്ക് കർണാടക, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം. എല്ലാതും ഒന്ന് നോക്കി വെക്കണം. കാരണം ഭൂപ്രകൃതി സവിശേഷതകൾ ചോദിക്കുന്നുണ്ട്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3 നാഷണൽ വാട്ടർവേ 3 ആണ് അല്ലേ. നാഷണൽ വാട്ടർവേ 3 3 കേരളത്തിലെ ജലപാത. നാഷണൽ വാട്ടർവേ 3 ആണ്. അതായത് ഇതാ കൊല്ലം കോഴിക്കോട് അല്ലേ. കൊല്ലം കോഴിക്കോട് ആണ് നാഷണൽ വാട്ടർവേ 3. NW3 ആണ് കേരളത്തിലെ ദേശീയ ജലപാത അല്ലേ. ഇനി NW1 എന്താണ് വരുന്നത്? അലഹബാദ് ഹാൽഡിയ അല്ലേ. അലഹബാദ് ഹാൽഡിയ ആണ് നാഷണൽ വാട്ടർവേ 1 വരുന്നത്. അലഹബാദ് ഹാൽഡിയ ആണ്. ഇനി നാഷണൽ വാട്ടർവേ 2 ഏതാണ്? സാദിയ ദുബ്രി അല്ലേ. നാഷണൽ വാട്ടർവേ 2 സാദിയ ദുബ്രി ആണ് നാഷണൽ വാട്ടർവേ 2 വരുന്നത്. നാഷണൽ വാട്ടർവേ 3 വരുന്നത് ഏതാണ്? കൊല്ലം കോഴിക്കോട്, കേരളത്തിലെ ദേശീയ ജലപാത വരുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 4 ഏതാണ് വരുന്നത്? കാക്കിനട പുതുച്ചേരി. ഇതാണ് ഏറ്റവും വലുത് അല്ലേ. നാഷണൽ വാട്ടർവേ 4 ആണ് ഏറ്റവും വലുത്. കാക്കിനട പുതുച്ചേരി. അതിൻ്റെ നീളം എത്രയാണ്? 2890 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഇതാണ് ഏറ്റവും വലിയ നാഷണൽ വാട്ടർവേ. ഏതാ? കാക്കിനട പുതുച്ചേരി. ഇനി നാഷണൽ വാട്ടർവേ 5 ഏതാണ് വരുന്നത്? താൽച്ചൽ ധാമ്രയാണ് അടുത്തത്. അതായത് നാഷണൽ വാട്ടർവേ 5 വരുന്നത് താൽച്ചൽ ധാമ്ര. ഇനി നാഷണൽ വാട്ടർവേ 6 ഏതാണ്? ലക്കിപൂർ ബാങ്ക്ര. ബാങ്ക്രയാണ്
നാഷണൽ വാട്ടർവേ 3 വരുന്നത്? ഏറ്റവും ചെറുത് ഇതാണ്, ലക്കിപൂർ ബാങ്ക്രയാണ്. ഏറ്റവും വലുത് കാക്കിനട പുതുച്ചേരി 2890 കിലോമീറ്റർ. ലക്കിപൂർ ബാങ്ക്രയുടെ നീളം എത്ര? 71 കിലോമീറ്ററാണ്. 71 കിലോമീറ്ററാണ്. ലക്കിപൂർ ബാങ്ക്രയാണ് ഏറ്റവും ചെറുത് നാഷണൽ വാട്ടർവേ 6, വലുത് നാഷണൽ വാട്ടർവേ 4 അല്ലേ? 4ഉം 6ഉം, വലുത് 4 ആണെങ്കിൽ ചെറുത് 6 ആണ്. കാക്കിനട പുതുച്ചേരി 2890 കിലോമീറ്റർ. ഇതിൽ കേരളത്തിലെ ജലപാത ഏതാ? നാഷണൽ വാട്ടർവേ 3 ആണ് കേരളത്തിലെ ജലപാത. ഇനി സാദിയ ദുബ്രി വരുന്നത് നാഷണൽ വാട്ടർവേ 2 ആണ്. നാഷണൽ വാട്ടർവേ 1 ഏതാണ്? അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയാണ് നാഷണൽ വാട്ടർവേ 1. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ഇതുപോലെ തന്നെ നവോത്ഥാന നായകരുടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയ്യങ്കാളിയോ ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ എന്നിങ്ങനെ കാര്യങ്ങൾ എന്നീ നവോത്ഥാന നായകന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ജനിച്ചത്, മരണം, പാരൻസിൻ്റെ പേര്, എവിടെയാണ് ജനിച്ചത് എന്നീ കാര്യങ്ങൾ ഡീറ്റെയിലായി പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് നവോത്ഥാന നായകന്മാരുടെ വരുന്നുണ്ട്. ഇത് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അല്ലേ? ഇതാണ് ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്തല്ല, അരുവിപ്പുറത്താണ്. അരുവിപ്പുറത്താണ് 1888 പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1888. ആലുവയിൽ എന്തായിരുന്നു നടന്നത്? സർവമത സമ്മേളനം. 1924 ആലുവയിൽ സർവമത സമ്മേളനമാണ് നടന്നത്. അടുത്തത് 1903 SNDP സ്ഥാപിച്ചു. ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകുവാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇത് ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു.